തഹജ്ജുദ് നിസ്കരിച്ച കള്ളുടിയൻ പറയും, പടച്ചോനെ ഞാൻ ഇന്നലെ രാത്രി കുടിച്ചു പോയി, എന്റെ ശഹ്വത്താണ് റബ്ബേ, എന്റെ താല്പര്യമാണ് റബ്ബേ, അത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ നിന്റെ കള്ളുടി കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. പൊട്ടി പൊട്ടി കരഞ്ഞു വീഴും. അവന്റെ മടിയിലേക്ക് വീഴും. അതേ സമയത്ത് പടച്ചോനെ എന്നെ ഈ നാട്ടിലെ മഹാനാക്കി നിലനിർത്തിക്കൊണ്ട് റബ്ബേ, എന്നെ മാനം കെടുത്തല്ലേ. കള്ളുടിയൻ അവന്റെ ദോഷത്തെ കളയാൻ വേണ്ടി ദ്വാർക്കും, എന്നാൽ നേതാവ് അവന്റെ ദോഷം നിലനിർത്താൻ ദ്വാർക്കും. ഈ നേതാവായാലും കണ്ടവ പൊതുമുതലെ അവൻ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെടുത്തുക, അവിടെ കൊടുങ്ങ. നമ്മളെ കത്തിരിച്ചിട്ടെ. എന്തുകൊണ്ടാണ് കരയേണ്ട നേരത്ത് കരയാൻ കഴിയാത്തത്? ഹുദൂർ കിട്ടേണ്ട സമയത്ത് ഹുദൂർ കിട്ടാത്തത്? ദുആയിലാണെങ്കിലും നിസ്കാരത്തിലാണെങ്കിലും അദ്കാറിലാണെങ്കിലും സ്വലവാത്തിലാണെങ്കിലും അല്ലാഹുമായി ഹുദൂർ കിട്ടേണ്ട സമയത്ത് ഹൃദയത്തിന്റെ കടുപ്പം കാരണം ഒരു ഹുദൂറിലാകാൻ കഴിയുന്നില്ല, ഹൃദയം നിർമ്മലമാക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം എന്ന് എന്റെ ഉസ്താദായ അലിയുൽ ഖവാസിനോട് ഞാൻ ചോദിച്ചു. മനുഷ്യന് തൗബ ആവശ്യമായ വിഷയങ്ങൾ എന്ത് എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. 10 കാര്യം കൊണ്ട് മാത്രമേ മനുഷ്യൻ നന്നാവൂ. ഒരു കാര്യം തൗബ. ഈ തൗബയെ പറ്റി നമ്മൾ വിചാരിച്ച ചിന്തകളിൽ വലിയ മാറ്റം വരുത്തൽ അനിവാര്യമാണ്. എന്താണ് നമ്മൾ തൗബയെ പറ്റി മനസ്സിലാക്കിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം പറഞ്ഞു. വ്യഭിചരിച്ചവൻ തൗബ ചെയ്യണം, കള്ളു കുടിച്ചവൻ തൗബ ചെയ്യണം, തോന്നിയാസം കണ്ടവൻ കേട്ടവൻ തൗബ ചെയ്യണം. അതൊക്കെ ശരി തന്നെ, അതൊക്കെ കബായിറിൽപ്പെട്ടതാണ്. അല്ലാഹു കബായിറിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ അതേ സമയത്ത് കബായിറിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അവിടേക്ക് നമ്മളെ മനസ്സ് പോവുകയില്ല. വളരെ ചിന്തിക്കണം. ബാത്തുനിന്റെ ആലിമീങ്ങളല്ലാതെ അത് രേഖപ്പെടുത്തിയിട്ടുമില്ല. ബാത്തിനിയായ ലോകത്ത് വിരാജിക്കുന്ന ഉലമാക്കളാണ് അതിന്റെ ഗൗരവം പറഞ്ഞത്. അതെന്താണ്? അതേ ആലിമുംബി അഹ്വാനിൽ ഖൽബ, ഹൃദയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ആലിമീങ്ങൾ, അവർ ആരിഫീങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള തൗബകളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ തൗബ അല്ലാത്ത ഒന്നും ആയുസ്സിലുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കള്ളുകൂടി എന്റെ തൗബ കുറച്ചു നേരം കൊണ്ട് തീരും. കള്ളുകുടിയന്റെ തൗബ പെട്ടെന്ന് തീരും. എന്താ കള്ളുകുടിയൻ എന്താ ചെയ്യേണ്ടത്? കള്ളുകുടിയൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യഭിചാരി, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഈ തെറ്റി ഇനി ഒരിക്കലും ആവർത്തിക്കാനില്ല, ഉറപ്പിക്കാം. പിന്നെ ചെയ്തു പോയതിൽ എന്ത് ചെയ്യാം? അള്ളാഹുവിലേക്ക്. അതേ സമയത്ത് അത് 1 മിനിറ്റ് കൊണ്ട് നടക്കും. അതൊരു മിനിറ്റ് കൊണ്ട് നടക്കും. കള്ളിൽ നിന്നുള്ള തൗബ 1 മിനിറ്റ് കൊണ്ട് നടക്കും. എന്തുകൊണ്ടാണ് അതൊരു മിനിറ്റ് കൊണ്ട് നടക്കുമെന്ന് പറയാൻ കാരണം, അത് ചെയ്തപ്പോൾ, അത് കുടിച്ചപ്പോൾ അത് തെറ്റാണെന്ന ബോധത്തിൽ ചെയ്തത്. പിന്നെ മനുഷ്യന്റെ ശഹ്വത്ത് ബന്ധപ്പെട്ട് ചെയ്തു പോയത്. പക്ഷേ അത് ചെയ്തപ്പോൾ തന്നെ അവൻ മുഖിറും ബിദ്ദംബി, ദോഷം അംഗീകരിക്കുന്ന ആളാണ്. ഇത് ദോഷം, ഇത് തെറ്റാണ്. മനസ്സിലാവുന്നു പറഞ്ഞത്? അപ്പോൾ അത് അവന്റെ കൽബിൽ നിന്ന് പൂർണ്ണമായി അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഉണ്ടെങ്കിൽ പോലും കൽബിന്റെ പുറത്താണ്. എന്തുകൊണ്ട്? അവൻ അത് ഉൾക്കൊണ്ടിട്ടില്ല. ഇത് തെറ്റാണെന്ന് അവൻ അറിയും, ഇത് ശരിയല്ല എന്ന് അവൻ അറിയും. അപ്പോൾ ഏത് നേരത്തും അത് പറിച്ചൊഴിവാക്കാൻ കഴിയും. അവന്റെ കൽബിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഉദാഹരണം പറയാ, ഒരു കളറുള്ള ഒരു ഫോട്ടോ ഒരാൾ ഇവിടെ ഒട്ടിച്ചു സങ്കല്പിക്കാം, 1 സെക്കൻഡ് കൊണ്ട് അത് പറിച്ചു എടുക്കാൻ കഴിയും. എന്തുകൊണ്ട്? അതും ജസദും തമ്മിൽ അകലമുണ്ട്. അതേ സമയത്ത് പച്ച കുത്തിയാലോ? പച്ച കുത്തുന്നതിനെ മുത്തുനബി വിരോധിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഫോട്ടോ ഇവിടെ പറ്റിക്കുമ്പോഴല്ലേ 1 സെക്കൻഡ് കൊണ്ട് പറിച്ചെടുക്കാം. അതേ സമയത്ത് ജസദിലേക്ക് ഇറങ്ങുന്നത് ആ പച്ച കുത്തൽ, അത് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. എന്നതുപോലെ അത് തെറ്റാണെന്ന് മനുഷ്യൻ അംഗീകരിക്കില്ല. അതിൽപ്പെട്ടതാണ് കിബർ. അത് മനുഷ്യന്റെ കൽബിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം. അതാകട്ടെ എന്താണ്? ഇതിന്റെ തൗബ എത്രയാണ്? ആയുസിൽ തൗബ അല്ലാത്തൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തൗബ ചെയ്യേണ്ട ഒന്നോട്ടില്ലേ? കള്ളുടിച്ചിട്ടുണ്ടോ? ഇല്ല. വ്യഭിചരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ 3-4 ആളുകളെ പറ്റി ഗീബത്ത് ഉണ്ടാവാം, അവരെ കണ്ടത് പൊരുത്തപ്പിടിച്ച കഴിഞ്ഞും ചെയ്ത് ഇപ്പൊ നമ്മൾ പരിശുദ്ധൻ. വളരെ ചിന്തിക്കണം. ഇവിടെ ശൈത്താൻ നമ്മളെ ചതിച്ചത്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഭൂരിഭാഗത്തിനും നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ വിടൂല. ഇതിലെ ചെല്ലും അല്ലെങ്കിൽ ഇതിലെ ചെല്ലും.
അല്ലെങ്കിൽ ഇതിലെ ചെല്ലും, അല്ലെങ്കിൽ ഇതിലെ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറും. വളരെ ചിന്തിക്കണം, ഇത് തലക്ക് കൊടുക്കണം. അപ്പൊ എന്തായി? അപ്പൊ വെള്ളക്കുപ്പായിട്ടവന്റെ തൗബ കള്ളിക്കുപ്പായിട്ടവന്റെ തൗബയേക്കാൾ അസ്അബാണ്, ഞെരുക്കള. സ്റ്റേജിന്റെ താഴെ ഇരിക്കുന്നവന്റെ തൗബ ഇത്തരം കാര്യങ്ങളില്ല, അത് പെട്ടെന്ന് നീങ്ങിപ്പോകും. മനസ്സിലായോ പറഞ്ഞത്? തുടക്കത്തിൽ കള്ളിന്റെ വാസന ഇവന് ആസ്വദിക്കാൻ കഴിയുന്നില്ല, വൃത്തിട്ട വാസന. ഞങ്ങളോടാണ് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് വല്ലിപ്പാനോട് കൂടെ സാമാനം വാങ്ങാൻ വേണ്ടി എടക്കര ചന്തയ്ക്ക് നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത്, എടക്കര ചന്തയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യും? മൂക്ക് പൊത്തിപ്പിടിച്ച് ഓടും, കാരണം കള്ളിന് വൃത്തിട്ട വാസന. പിന്നീട് മൂത്തടുത്ത് കള്ളുടിയന്മാരായി മാറിയവരും കുട്ടിക്കാലത്ത് അവരെ വല്ലിപ്പാന്റെ കൂടെ ഓടിയപ്പോൾ അങ്ങനെ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ കള്ള് ചീത്തയാണെന്ന് ഉറപ്പിച്ചിട്ട് പിന്നെയാണ് കള്ള് രസാക്കിയത്. പിന്നെ അസിലേക്ക് മടക്കാൻ എളുപ്പമാണ്. കള്ളിന്റെ കൂടെ ഇല്ല, പിക്കപ്പ് ചെയ്യണം, തട്ടി ഇങ്ങോട്ട് കയറ്റണം, കൽബ് കയറ്റണം. മനസ്സിലായില്ല? കള്ള് ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? കള്ള് മോശമാണെന്നതാണ് അവന്റെ കുട്ടിക്കാലത്തെ അറിവ്. പിന്നെ എന്തോ കള്ളുടിയനായതാ, നീ അസിലേക്ക് മടങ്ങാൻ ഒരു പ്രയാസമില്ല. മനസ്സിലായില്ലേ? അത് പരിചയപ്പെട്ട കാലത്ത് ആദ്യം കള്ളുടിച്ചപ്പോഴും ഇടങ്ങേറുണ്ടാവും, മൂക്കങ്ങോട്ട് പൊത്തിട്ടൊക്കെ കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടി പിന്നെ കൂടി പഠിച്ചതാ. മനസ്സിലായോ? ഇനി അസിലേക്ക് മടങ്ങാന്ന് പറഞ്ഞാൽ എളുപ്പം മടങ്ങാം. അതേ സമയത്ത് കിബറ്, അതേ സമയത്ത് നേതൃത്വബോധം, നേതൃത്വഭാവം, നേതൃത്വ ആർത്തി, നേതാവാകാനുള്ള കൊതിയോ കിബറോ അതങ്ങനെയല്ല. അത് കേട്ടുകേൾവിയുടെ കാലത്തെ കൊതിയ. എന്നെവിടെ മഹലിന്റെ പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ, എന്നിവിടെ വലിയ നേതാവാക്കിയിരുന്നെങ്കിൽ. മനസ്സിലായോ? ചിന്തിക്കും. അത് ആർത്തിയോട് കണ്ടതാ. കുറെ ആളുകൾ നേതാക്കളായി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് തോന്നുകയാണ്, ഞാനും ഒന്ന് നേതാവായിരുന്നെങ്കിൽ. കള്ളങ്ങനെയല്ല, ഇതൊരിക്കലും കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയതാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിലേ പറയുള്ളൂ. നിങ്ങൾ എന്റെ കൂടെ. ലോകത്തെ ഏറ്റവും വലിയ കള്ള് നമ്മൾ കുടിക്കണ കള്ള, അല്ലാതെ നാടന്മാർ കുടിക്കണ കള്ളല്ല. അത് അഹങ്കാരം മനുഷ്യന് നേടിത്തരും. ഇതിൽ നിന്ന് മനുഷ്യൻ പെട്ടെന്ന് രക്ഷപ്പെടില്ല. ഇബ്ലീസ് കള്ളു കുടിച്ച് നശിച്ചതല്ല, ഇബ്ലീസ് നേതാവായി നശിച്ചതാണ്. അബാ വസ്തക്ബറ വകാന മിനൽ കഫിരീൻ. അബ്ബാ ആദമിന് സുജൂദ് ചെയ്യാൻ അവൻ മടിച്ചു, അവൻ നിഷേധിച്ചു. വസ്തക്ബറ, നേതൃത്വം എനിക്ക് മാത്രമേ ഉണ്ടാകൂ എന്നവൻ വാദിച്ചു, ഭാവിച്ചു. വകാന മിനൽ കഫിരീൻ, അങ്ങനെ അവൻ കഫിർ. മനസ്സിലായോ? ചിന്തിച്ചോക്കാം. അപ്പോൾ ഇതിന് തൗബ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് ഭയങ്കര രസകരമായ സംഗതിയാണ്. മനസ്സിലായോ? ചിന്തിക്കണം. കാരക്കുരു അരച്ച് കുടിക്കുക എന്നത് വലിയ ഇടങ്ങേറാണ്. പിന്നെ ഒരാൾ പറഞ്ഞു, കാരക്കുരു അരച്ചു കുടിച്ചാൽ ഇങ്ങനെയൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടെന്നോ. അങ്ങനെ നമ്മൾ കാരക്കുരു അരച്ച് കുടിക്കൽ തുടങ്ങി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു ഇത് ഒഴിവാക്കണം എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ പിന്നെ എളുപ്പം നടക്കാൻ കഴിയും. എന്തുകൊണ്ട്? കയ്പാണ് കുടിക്കുന്നത്. മനുഷ്യന്റെ ജിബില്ലത്തിന്റെ അടിത്തറ തന്നെ മനുഷ്യൻ മൂത്തബിയാണ്. എന്തിലേക്ക്? പ്രകൃതിയിൽ അവന് രസകരമാണ് എന്ത്? മധുരം. അപ്പൊ മധുരത്തിനെതിരായ കാര്യം ഒരാൾ ശൈലിയായി കഴിഞ്ഞാൽ, മധുരത്തിനെതിരായത് അവൻ ശൈലിയാക്കി, ഏത് കയ്പ് ശൈലിയാക്കിയാൽ മധുരത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു മാസമൊന്നും പണിയെടുക്കണ്ട. മധുരം ഒഴിവാക്കിയ, കയ്പണ്ട് ഒഴിവാക്കി, കാരക്കുരു ഒഴിവാക്കിയിട്ട് പിന്നെന്തൊരു നല്ല മധുരമുള്ള ടോണിക്കാണ് കൊടുത്താൽ അൽഹംദുലില്ലാ എന്ന് പറയും. എത്ര കാലാണ് ഞാൻ എൻ്റെ കളഞ്ഞ് എന്ന് പറയും. നേരെ മറിച്ച് മധുരമുള്ള ടോണിക്ക് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് ഒഴിവാക്കിയിട്ട് 2 ആഴ്ച മുന്നേ കാരക്കുരു അടിച്ച്, കാരക്കല്ല എന്താ പറയാ, കാരക്കല്ലടൂ എന്താ പറയാ, ഇങ്ങനെ രാവിലെ വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് കാഞ്ഞിരക്കുരു കാരക്കല്ല, കാഞ്ഞിരക്കുരു അരിച്ചു കുടിക്കണം എന്ന് 2 ആഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ, ഒന്നാമത് കുടിക്കണം അന്ന് അവൻ ഒരു കോലത്തിൽ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് പറയും, ഇനിയിപ്പോ 2 ആഴ്ച എങ്ങനെയാ കുടിക്കുക എന്നറിയില്ല.
മനസ്സിലായോ? മധുരത്തിൽ നിന്ന് കയ്പിലേക്ക് മാറൽ പ്രയാസ, കയ്പ് മധുരത്തിലേക്ക് മാറൽ എളുപ്പ. കള്ള് കയ്പ, വ്യഭിചാരം കയ്പ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അത് മനുഷ്യന്റെ പ്രതികൃതി അംഗീകരിക്കും കയ്പാണ്. ഇതിലൊന്നും ഒരു ചാർജ് ഷീറ്റും ഇബ്ലീസിന്റെ പേരിലില്ല. ഇബ്ലീസ് ആകാശത്തിൽ കള്ള് ഷാപ്പ് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ 2 ഗ്ലാസ് കള്ളു കുടിച്ചിരുന്നു വന്നിരുന്നത് എന്നൊരായത്തില്ല. ആകാശത്ത് ഇബ്ലീസിന് കള്ള് ഷാപ്പ് ബാറ് തുടങ്ങിയിരുന്നു. അങ്ങനെ കള്ളുടി തുടങ്ങിയപ്പോഴാണ് അള്ളാഹു അവനെ പുറത്താക്കി. അങ്ങനെ ഉണ്ടോ? പറയും മനുഷ്യന്മാരെ. ആകാശത്തെ മഹല്ല് പ്രസിഡന്റ് ആകാൻ നോക്കിയെന്നതാണ് പ്രശ്നം. അത് ഞാൻ ആദമിന് വിട്ടുകൊടുക്കൂല, ഞാൻ ആജീവനാന്ത പ്രസിഡന്റാണ് എന്നാര് വാദിച്ചു? പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാതെ ആകാശത്ത് ഇബ്ലീസ് ബാറ് തുടങ്ങിയതല്ല. ആകാശത്ത് ഇബ്ലീസ് ഒരു കള്ള് ഷാപ്പ് തുടങ്ങി. അങ്ങനെ കള്ളുകൂടി തുടങ്ങിയപ്പോ അള്ളാഹുവിനെ പുറത്താക്കി അല്ല. കള്ളുകൂടിയൊക്കെ എളുപ്പം മാറ്റാവുന്നതാണ്. തൗബ എളുപ്പം. ഒരു ദിവസം നേരം വെളുത്തപ്പോഴത്തേനും ഒരു മനുഷ്യന് കള്ളുകൂടി തെറ്റാൻ തോന്നി, അന്ന് രാവിലെ തൗബ ചെയ്തു. നാട്ടുകാർ അംഗീകരിച്ചില്ലെങ്കിലും അവൻ തൗബയിലായിരിക്കും. ഞാൻ നിർത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ അംഗീകരിക്കില്ല. പക്ഷെ ഓനെ ഉറപ്പിച്ചു, ഞാൻ കുടിക്കൂല. പിന്നെ കൊല്ലങ്ങൾ അനവധി 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർ പറയാ കുഞ്ഞമ്മമാര് എന്നാ പറഞ്ഞ നേരെ ഇന്ന് പിന്നെ കുടിച്ചിട്ടില്ല. നാട്ടുകാർക്ക് തിരിയാൻ 15 കൊല്ലം കഴിയും. മനസ്സിലായോ? നാട്ടുകാർക്ക് ഇവൻ കള്ളുകൂടി നിർത്തി എന്ന് തിരിയാൻ 15 കൊല്ലം കഴിയും. ഇവൻ അപ്പത്തിന് തിരിയും. തിരിച്ച് ഇനി തിരിച്ചോ. ഇവൻ നേതാകാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. നാട്ടുകാർക്ക് തിരിയണമെങ്കിൽ 15 കൊല്ലം തിരിയും. മനസ്സിലായില്ല? എല്ലാ കല്യാണത്തിനും പോകും, എല്ലാ മരിച്ചോടത്തും പോകും, എല്ലായിടത്തും മെഡിക്കൽ കോളേജിലും പാഞ്ഞു നടക്കണം. എന്നാൽ ഇവനൊരു ജനസേവകൻ എന്നായിട്ടാണ് ജനം മനസ്സിലാക്കുക. ഇവൻ നമ്മുടെ മെമ്പറാകാനുള്ള കളിയാണ് ഈ കളിക്കുന്നത്. നാട്ടുകാർക്ക് തിരിയണമെങ്കിൽ പിന്നെ 15 കൊല്ലം കഴിയും. 15 കൊല്ലം നാട്ടുകാരെന്ന് പറയും. കുഞ്ഞ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു ആൺകുട്ടിയാണ്. 15 കൊല്ലം കഴിഞ്ഞിട്ട് അവനെ മെമ്പറാക്കി കഴിഞ്ഞാലേ നാട്ടുകാർ പറഞ്ഞിരുന്നത് കള്ളൻ പെരുങ്കള്ളനാണ്. അതുവരെ നേരെ മറിച്ച് കള്ളുടിയൻ അങ്ങനെയല്ല. കള്ളുടി നിർത്തിയാലും 15 കൊല്ലം നാട്ടുകാരെന്ത് പറയും? ഓനമുക്കാ കള്ളുടിയനാ. ഇപ്പൊ ഞാൻ 2 ആഴ്ച കുടിച്ചില്ലെന്ന് വിചാരിച്ച കാര്യമല്ല. ഓങ്ങി കുടിക്കും. മനസ്സിലായോ? തിരിയാതെ തലാട്ടണ്ട. നല്ലോരാകാൻ പണിയ. ജനം നല്ലോന്ന് പറയും, പക്ഷെ ബെടുക്കയിരിക്കും നമ്മളൊക്കെ പോലെ. നേരെ മറിച്ച് ഒരു കള്ളുടിയന്റെ ദോഷം ജനം പറഞ്ഞു തീർക്കും. ബെടക്ക എല്ലാ പീഡിയയിലും അത് പറയും, എല്ലാ മരിച്ചോടത്തും പറയും, എല്ലാ ജനിച്ചോടത്തും പറയും, എല്ലാ നിശ്ചയത്തിലും പറയും, എല്ലാ കല്യാണത്തിലും പറയും. നമുക്കാണ് ഇതിനനുസരിച്ച് അള്ളാഹു തആല അവന്റെ ദോഷം പുറത്തു കൊടുത്തോണ്ടിരിക്കും. പിന്നെ സൗബയൊന്നും ചെയ്യാൻ പറ്റാതൊന്നും ഉണ്ടാവില്ല. വിരല് കത്തിപ്പോയ പിന്നെ വീടി വാക്കിണ്ട് പറയട. വീടി വലിച്ചു വിരലിനെ കത്തി. ഇനി കുത്തി എവിടെയായിട്ട് ആലോചിക്കണ്ട. നിങ്ങൾക്കായി പോയല്ലോ ഞാൻ അത് പറഞ്ഞിരുന്നു. മനസ്സിലായോ? മനസ്സിലായില്ലേ? വിരല് കത്തിപ്പോയാ ഇനി കുത്തി എവിടെ ഇടാന്ന് ബേജാറാകണോ? കുത്തില്ലല്ലോ. കാരണം വലിച്ചു വിരല് കത്തിയില്ലടോ. ഇനി കുത്തി എവിടെയാ? ഇനി കുത്തിയണ്ട. നാട്ടുകാർ ഇവന്റെ കുറ്റം പറഞ്ഞ് ഇവന് പിന്നെ കുത്തില്ല. നേരെ മറിച്ച് തനി ബടക്കായ നമുക്ക് കള്ളൻ, പെരും കള്ളൻ. അവനെ വെളുപ്പിൽ പൊടിഞ്ഞിട്ടുണ്ട്. നല്ല തൊപ്പി, നല്ല തലയെക്കെട്ട്, നല്ല നീളം കുപ്പായം, നല്ല ഇത്ര വരെയുള്ള കുപ്പായം, വലിയ നെരിയാണിക്ക് നേരെ ഉടുത്തിട്ടുണ്ട്, ഇത്ര വരെ താടി, വലിയ ജോറായി നടക്കുന്ന ലോകം കണ്ട കള്ളൻ, പെരുങ്കള്ളൻ. നാട്ടിലെന്ത് പറയും? സ്വാലിഹായ മനുഷ്യനാണ്. മനസ്സിലായി? ഇതായിരുന്നു ആരെ കോലം? ഇബ്ലീസിന്റെ കോലം. തിരിയണം. തിരിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പായലല്ല, അവനാണ് തിരിഞ്ഞള. ഇവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? അത് പ്രശ്നമാണ്. ഇവനോ കള്ളുടിയാൻ 1 മിനിറ്റോട് തോപ്പയും കള്ളു കുടിച്ചോണ്ടിരിക്കണ തലമിന്നി. അവന് പേടിയായി, ജീവനെ പേടിയില്ലാത്തൊരു ജീവില്ലല്ലോ. ഒന്നാണ് ഉള്ളു കലങ്ങി, തലയാണ് കിട്ടി, ബോധം കിട്ടു. നല്ല വയൽമാനോനാ
100-110 കിലോ ഒന്നിച്ചേറ്റുന്ന ആളാ. പക്ഷെ പിന്നെ കള്ളുടിച്ച് കുരച്ചിട്ട് ഒന്നാണ് വീണു. അപ്പോൾ ഉറപ്പിച്ച് എന്ത് ഇനി നടക്കൂല. ഉള്ളൊന്ന് പിടഞ്ഞു, വേദനിച്ചു. എനിക്കിപ്പോഴും 400 കിലോ ഒന്നിച്ചേറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഒരു കള്ളുടിച്ചിട്ടാണ് വീണുപോയത്. ഉള്ളു ബലം കുറഞ്ഞത് ഒന്നേ മനസ്സിലാവുമല്ലോ. അന്ന് ഉറപ്പിച്ചു ഇനി എനിക്ക് വെള്ളമുണ്ട, പഠിച്ചോനെ കുടിച്ച് പക്ക് ഞാൻ കുടിക്കൂല, ഇതിൻ്റെ തടി ആരോഗ്യത്തിലാക്കി എൻ്റെ പാപം പുറത്തുണ്ട. 1 മിനിറ്റ് കൊണ്ട് തീരുമല്ലേ? അത് എളുപ്പം. പഠിക്കണ കാലത്ത് കുട്ടികളെല്ലാവരും ഇങ്ങനെ കൂടി പഠിക്കുന്ന കാലത്ത് തമാശക്ക് വേണ്ടി കൂട്ടത്തിൽ 1-2 ആളുകൾ സിഗരറ്റ് വലിക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ കൂടി ഞാനും സിഗരറ്റ് വെച്ചു. അങ്ങനെ സിഗരറ്റ് രസമാണല്ലോ. അന്ന് ചെറുപ്പപ്രായമല്ലേ, 10, 18, 19 വയസ്സ്. ഇങ്ങനെ സിഗരറ്റൊക്കെ ഇടയ്ക്ക് വലിച്ചു. പിന്നെ അത് രസമായി. അങ്ങനെ ഞാൻ 1987 ദൈവബന്ധിൽ പഠിക്കാൻ പോയി. അങ്ങനെ 1987 ആഗസ്റ്റ് മാസം സുബഹി നിസ്കാരം കഴിഞ്ഞ് ആഗസ്റ്റ് 10 തീയതി 1987 ആഗസ്റ്റ് 10 തീയതി ഞാൻ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേഗം 1ാം ക്ലാസ് ആരംഭിക്കും. അതിൻ്റെ ഒരു ചായ കിട്ടൂല. ചായ കിട്ടണമെങ്കിൽ നാസ്ത ദൈവത്തിൽ കിട്ടണമെങ്കിൽ 9 മണിയാവും. രാവിലെ ചായ ഒന്നുമില്ല. ഒരു സുബഹി നിസ്കാരം പിന്നെ കുറച്ച് ഖുർആൻ ഓത്ത് അത് കഴിഞ്ഞാൽ റൂമിൽ വരിക, കിതാബ് എടുക്കുക, ദർസുകളിൽ പോകും. അതിനിടയിൽ പിന്നെ ചായ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഉള്ള പരിപാടിയാണ് എന്ത്, സിഗരറ്റ് എടുത്ത് വലിച്ച്. ദർസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് സിഗരറ്റ് എടുത്തൊന്നും ഇങ്ങനെ വലിച്ച് 2 പുക ഇങ്ങനെ വലിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തലമിന്നി. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് നടക്കൂല. ഇനിയും കുറച്ചു കാലം ഇവിടെ ദൈവബന്ധിൽ പാർക്കണം. അവിടുത്തെ ഭക്ഷണം എനിക്കാട്ടോ ശീലിച്ചിട്ടും ഇല്ല. ജൂൺ മാസത്തിലാണ് ദൈവബന്ധിൽ പോയത്. ഇത് ആഗസ്റ്റിലാണ്. 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറെ കാലം ഇവിടെ പാർക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഭക്ഷണം നമുക്ക് പിടിക്കണില്ല. അതുകൊണ്ട് ഉള്ളിക്ക് ബലമുള്ള ഒന്നും കിട്ടണമില്ല. ബാപ്പാക്കും മാക്കും ഞാനല്ലാത്തൊരു ആൺകുട്ടിയും ഇല്ല. ഇജയെ ഞങ്ങൾക്ക് ഉള്ളിട്ടൊന്ന് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞേപ്പിച്ചതാണ്. ഇനി ഏതായാലും മയ്യത്ത് കൊണ്ടുപോകാനാവൂല. അന്ന് നിർത്തിയതാണ്. പിന്നെ എൻ്റെ കൈ കൊണ്ട് ഞാൻ വീട് ഇങ്ങനെ പിടിച്ചിട്ടില്ല. അക്കാലത്ത് കല്യാണത്തിന് പോയാൽ വെറുതെ വീട് കിട്ടും, സിഗരറ്റ് കിട്ടും. വലിയ പാത്രത്തിൽ വെച്ച് ബെറ്റലിയും സിഗരറ്റൊക്കെ വെച്ച് കൊടുക്കും. ആർക്കും എത്രയും എടുക്കാം ഇല്ല. എന്തുകൊണ്ട്? തൗബീർ. എന്നാ തൗബീർ? 1987 ഓഗസ്റ്റ് 10 തീയതി രാവിലെ 6:30 മണിക്ക് ഞാൻ തൗബീർ. പിന്നെ എൻ്റെ ജീവിതത്തെ സിഗരറ്റ് വിളിച്ചു. കുറച്ചോനെ മാപ്പാക്ക് ഇനി ഉണ്ടാവില്ല. കഴിഞ്ഞ് ഇന്നത്തെ വിളിച്ചില്ല, തൊട്ടിട്ടില്ല. വീടിയിൽ ഒരാൾക്ക് സിഗരറ്റ് വാങ്ങിക്കൊടുത്തിട്ടില്ല, ഇങ്ങനെ പിടിച്ചിട്ടില്ല. കൊല്ലത്രേ പറയട, കൊല്ലത്രേ 10-35 കൊല്ലത്തിലേറെ. എന്തുകൊണ്ട്? ഈ തൗബ പെട്ടെന്ന് 1 മിനിറ്റോട് ചെയ്ത തൗബയാണ്. തലമിന്നലാകി കഴിഞ്ഞു, ഇല്ല. അതേ സമയത്ത് മറ്റു തൗബ നടക്കൂല. അത് നടക്കൂല. അത് നടക്കൂല. അത് നടക്കൂല. അത് നടക്കൂല. അത് തഹജ്ജുദ് നിസ്കരിച്ച കള്ളുടിയാൻ പറയും, എന്റെ പഠിച്ചോനെ എന്റെ കള്ളുടി മാറ്റിക്കൊണ്ടാ. തഹജ്ജുദ് നിസ്കരിച്ച നേതാവ് പറയും, പഠിച്ചോനെ ഞാൻ നേതൃസ്ഥാനം നിലനിർത്തിക്കൊണ്ടാ. പുറത്തു പറയണ്ട. നിസ്കരിച്ച കള്ളുടിയാൻ പറയും, പഠിച്ചോനെ ഞാൻ ഇന്നലെ രാത്രി കുടിച്ചു പോയി. എന്റെ ശഹ്വത്താണ് റബ്ബേ, എന്റെ താല്പര്യമാണ് റബ്ബേ. അത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ എന്റെ കള്ളുടി കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. പൊട്ടി പൊട്ടി കരഞ്ഞു വീഴും. അവന്റെ മടിയിലേക്ക് വീഴും. അതേ സമയത്ത് പഠിച്ചോനെ എന്നെ ഈ നാട്ടിലെ മഹാനാക്കി നിലനിർത്തിക്കൊണ്ട് റബ്ബേ എന്നെ മാനം കെടുത്തല്ലേ. കള്ളുടിയൻ അവന്റെ ദോഷത്തെ കളയാൻ വേണ്ടി ദ്വാരക്കും. എന്നാൽ നേതാവ് അവന്റെ ദോഷം നിലനിർത്താൻ ദ്വാരക്കും. ഈ നേതാവ് അയാളുണ്ടാവുക പൊതുമുതലെ അവൻ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെടുത്തുക, എന്നിട്ട് അവിടെ കുടുങ്ങ. നമ്മൾ കത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട അലിയുൽ ഖവ്വാസ്, ബഹുമാനപ്പെട്ട മഹാനായ അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുററുൽ ഖവ്വാസ് എന്ന ഫത്വ ഗ്രന്ഥമാണിത്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷറാനി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖുമാണ് ബഹുമാനപ്പെട്ട അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു. പറഞ്ഞാളി എത്ര വലിയ ആളാ ബഹുമാനപ്പെട്ട അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു.
ഇമാം ഷഹറാനിയുടെ ഉസ്താദുമാണ്, ഷെയ്ഖുമാണ്. അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു അവരുടെ ഫത്വ ഗ്രന്ഥമാണിത്. ഒരു യാത്രക്കിടയിൽ ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിയതാ അവരെ ഫത്വയുടെ ഗ്രന്ഥം കണ്ടപ്പോൾ ഞാനൊരു യാത്രയിൽ കൈറോയിൽ നിന്ന് വാങ്ങിയതാണ് ഈ കിതാബ്. ഞാൻ അതിന്റെ ഒരു ഭാഗം വായി. ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി തന്റെ ഉസ്താദിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കിട്ടിയ മറുപടിയാണ് ഇതിൽ ഉള്ളത്. മൊത്തം അലിയുൽ ഖവാസിന്റെ ഫത്വകളല്ല. മനസ്സിലായില്ല? ലോകം കണ്ട മഹാനായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ അലിയുൽ ഖവാസിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ വിഷയങ്ങൾ മാത്രമാണ് ഈ ഫത്വ ഗ്രന്ഥത്തിൽ ഉള്ളത്. ദുററുൽ ഖവാസ് ഫീ അലാ ഫതാവ സയ്യിദി അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. ആരുടെ കിതാബ്? ഇമാം ഷഹറാനിയുടെ. ഇമാം ഷഹറാനി ആരാണെന്ന് അറിയാത്ത ഒരു സുന്നി ലോകത്തുണ്ടാവില്ല. ഒരല്പം ദീനുള്ള ഒരാൾക്ക് ഇമാം ഷഹറാനി ആരാന്നറിയും. ഇമാം ഷഹറാനി ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞാളേ അത്ര വലിയ ആളാ. അഹ്ലുസ് സുന്നയുടെ പിൽക്കാലഘട്ടത്തിലെ ഇമാമുകളിൽ ഏറ്റവും മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു. ഹിജ്റ 972 അവരുടെ വഫാത്ത്. ഹിജ്റ 972 ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനിയുടെ വഫാത്ത് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി ചില ഗൗരവമായ വിഷയങ്ങളിൽ തന്റെ ഉസ്താദിനോട് സംശയം തീർത്തു. ആ സംശയങ്ങളെല്ലാം എഴുതി വെച്ചു. അത് പിന്നെ ദുററുൽ ഖവാസ് അലാ ഫതാവ സയ്യിദി അലിയുൽ ഖവാസ് എന്ന പേരിൽ പിൽക്കാലത്തെ ലോകത്തിന് പഠിക്കാൻ വേണ്ടി അത് പ്രസിദ്ധീകരിച്ചു. അതാണ് ഈ കിതാബ്. ഞാനതിന് വായിക്കാം. ബഹുമാനപ്പെട്ടവര് പറയാണ്, ഞാൻ എന്റെ ശൈഖായ അലിയുൽ ഖവാസിനോട് റളിയല്ലാഹു അൻഹു عن سبب القساوة التي يجدها العبد في قلبه في بعض الأوقات. നല്ല മനുഷ്യന്മാർക്ക് തന്നെ ഹുളൂർ കിട്ടൂല. നിസ്കാരത്തിലോ ദുആയിലോ ഹുളൂർ കിട്ടൂല. ഒന്നും കിട്ട ഹുളൂർ വന്ന അപ്പൊ തന്നെ ഹുളൂർ പോകും. ഹൃദയം കിട്ട് നിർമ്മലാവൂല. കരയേണ്ട അടുത്ത് കരയാൻ തോന്നൂല. മനസ്സിലായില്ല? നിങ്ങളുടെ കൂടെ വരണം കേട്ടോ. ദ്വായിൽ കരയണമെന്നുണ്ട്, പക്ഷെ കരയാൻ കഴിയുന്നില്ല. നിസ്കാരത്തിൽ കരയണമെന്നുണ്ട്, പക്ഷെ കരയാൻ കഴിയുന്നില്ല. നിർമ്മല മനസ്സായി അള്ളാഹുവിലേക്കൊന്ന് വീഴണമെന്നുണ്ട്, പക്ഷെ അതിന് കഴിയില്ല. ഒരു ഖസാവത്തുൽ ഖൽബ്, ഹൃദയത്തിനൊരു കടുകടുപ്പം. എന്തൊക്കെ കൽബാണ് പൊട്ടണില്ല. വയറ് കേട്ടിട്ടും കൽബ് പൊട്ടണില്ല. മനസ്സിലായോ? പെയിന്റിങ്ങളൊക്കെ കൽബ് പൊട്ടേണ്ടതാണല്ലോ. എന്തുകൊണ്ട്? നമ്മക്ക് ഈ ദോഷമുണ്ട്. അല്ലാഹു നന്നാക്കി തരട്ടെ. എന്തുകൊണ്ടാണ് കരയേണ്ട നേരത്ത് കരയാൻ കഴിയാത്തത്? ഹുളൂർ കിട്ടേണ്ട സമയത്ത് ഹുളൂർ കിട്ടാത്തത്? ദുആയിലാണെങ്കിലും നിസ്കാരത്തിലാണെങ്കിലും അദ്കാറിലാണെങ്കിലും സ്വലവാത്തിലാണെങ്കിലും അല്ലാഹുമായി ഹുളൂർ കിട്ടേണ്ട സമയത്ത് ഹൃദയത്തിന്റെ കടുപ്പം കാരണം ഒരു ഹുളൂറിലാകാൻ കഴിയുന്നില്ല. ഹൃദയം നിർമ്മലമാക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം എന്ന് എന്റെ ഉസ്താദായ അലിയുൽ ഖവാസിനോട് ഞാൻ ചോദിച്ചു റളിയല്ലാഹു അൻഹു എന്ന് അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു. ഫഅജാബ, അപ്പോൾ ഉസ്താദ് മറുപടി പറഞ്ഞു, അത് കുട്ടിയെ അതിന് കാരണം ഫഖാല, ബഹുമാനപ്പെട്ടവര് പറഞ്ഞേ, എന്താണ് അതിന് കഴിയാത്തത്? കാരണം നമുക്ക് അങ്ങോട്ട് ഹുളൂറിലാകാൻ കഴിയണില്ല. അള്ളാഹുമായി വലിയ ഹിജാബ് ഉള്ളതുപോലെ ഒന്ന് കരയണമെന്നുണ്ട്, പക്ഷെ ദുആ ചെയ്ത് കരയാൻ പറയാൻ കഴിയണില്ല. ഒന്ന് കരഞ്ഞാൽ തീരണ വിഷയ. കരച്ചിൽ അള്ളാഹു സ്വീകരിക്കും, അപ്പൊ നീക്കി കൊടുക്കും, പക്ഷെ കരയാൻ കഴിയില്ല. രാത്രി ഒന്ന് പൊട്ടിക്കരണമെന്ന് തഹജ്ജുദ് നിസ്കരിച്ച് നാളെ സുബഹിന്റെ ഒന്ന് പൊട്ടിക്കരണം തീരുമാനിച്ചു, പക്ഷേ കഴിയുന്നില്ല. എങ്ങനെയോ തഹജ്ജുദ് നിസ്കരിച്ചു, പൊട്ടിക്കരാൻ കഴിയില്ല. കൊടുക്കാൻ എത്തുന്നില്ല, കൽബ് കൊടുക്കാൻ വരുന്നില്ല. എന്താണ് കൽബിന്റെ കസുവത്തിന്റെ കാരണം? എന്താണ് ഹുളൂർ കിട്ടേണ്ട സമയത്ത് ഹുളൂർ കിട്ടാത്തത് എന്ന് ഞാൻ എന്റെ ശൈഖായ ഉസ്താദായ അലിയുൽ ഖവാസ് തങ്ങളോട് ചോദിച്ചുവെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു. ഫഅജാബ, അപ്പോൾ ഉസ്താദ് മറുപടി പറഞ്ഞു. എന്താണ് ഉസ്താദിന്റെ മറുപടി? സബബു ദാലിക ഖിയാമു വസ്ഫിൽ ഇസ്സതി വൽ ഗിനാ ബിക്. നിന്റെ ഹൃദയത്തിൽ യോഗ്യതയുടെയും തൻ പ്രമാണിത്വത്തിന്റെയും സിഫത്തുകൾ അടിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഹുളൂർ വരാത്തത് എന്ന് ഉസ്താദ് മറുപടിയും പറഞ്ഞു. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഞാനാണ് യോഗ്യൻ. ഖിന, തൻ പ്രമാണിത്വം, എനിക്ക് ഞാൻ മതി എന്ന ഭാവം, ഞാൻ എന്തിനും പോന്നവനാണെന്ന ഭാവം. ഇസ്സത്ത്, ഞാൻ ആരും മേലെയാണ്. 2, ഞാൻ എന്തിനും പോന്നവനാണ്. ഇസ്സത്ത് എന്ന് പറഞ്ഞാല് ഞാൻ എന്തിൻ്റെയും മേലെയാണ്.
റീന എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനും പോന്നോനാ. പറഞ്ഞാളി. ഇതിന്റെ കാരണം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട് രണ്ട് സിഫത്ത്. ഒന്ന് ഇസ്സത്ത്. ഇസ്സത്ത് ആരുടെ സിഫത്താ? അല്ലാഹുവിന്റെ സിഫത്താ. പിന്നെയോ ഹിന അല്ലാഹുവിന്റെ സിഫത്താ. മനസ്സിലായേ? നന്നാവില്ല. കള്ളുടിയൻ കാര്യം കള്ളു കുടിച്ചോണ്ടേ. കള്ളു കുടിച്ചോണ്ടേ. ഒരു കാലഘട്ടത്തിന്റെ ഖുത്ബിനോട്, മലമുകളിൽ താമസിച്ച ഒരു ഖുത്ബിനോട് ഒരാൾ മരിച്ചു. ഈ സംഭവം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില കിതാബുകളിൽ. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ കിതാബിൽ പറഞ്ഞതുപോലെ വായിക്കാം. ഈ സംഭവം ഇമാം ഗസാലിയുടെ മുക്കാശഫത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. വേറെയും കിതാബിലുണ്ട്. വേറെയും എവിടെയൊക്കെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുണ്ട്. ഒരു നാട്ടിൽ ഒരു കള്ളുടിയൻ മരിച്ചു. മുഴുക്കുടിയൻ, രാവും പകലും കുടിക്കും. അങ്ങനത്തെ ഒരാൾ മരിച്ചു. അപ്പോൾ ജനങ്ങൾ ആ ജനാസയെ ഒഴിവാക്കി. തിർക്കൻ കുല്യൻ പൂർണ്ണമായി ഒഴിവാക്കി. അതിന് പോയിട്ട് കാര്യമില്ല. കള്ളുടിയൻ. അപ്പോൾ ആ സമാന്റെ ഖുത്ബിന് അല്ലാഹു ഇൽഹാം കൊടുത്ത് ഇന്ന നാട്ടിൽ ഒരു മയ്യത്തുണ്ട്. ജനങ്ങൾ അവന്റെ ജനാസയെ ഒഴിവാക്കിയിട്ടുണ്ട്. അവനെ കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ അവന്റെ മേൽ നിസ്കരിക്കാനോ ജനം തയ്യാറല്ല. എന്നല്ല, മഹല്ല് അവന് ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തു. എന്റെ മഹല്ലിന് തീരുമാനം തെറ്റാവൂല. എന്തുകൊണ്ട്? മരിച്ചപ്പോ എല്ലാവരും ഓനെ ഒഴിവാക്കിയ മഹല്ല് പറഞ്ഞു അത് തെറ്റല്ല. മഹല്ല പറഞ്ഞ തെറ്റല്ല. എന്തുകൊണ്ട്? മഹല്ലി വനയിൽ നിന്നൊരു വേറുള്ളവർക്ക് താക്കീത്. മരിച്ചാൽ ആളുണ്ടാവൂലട്ടോ, അതുകൊണ്ട് കള്ളുടിക്കണ്ട എന്നുള്ളതിനൊരു താക്കീതായിട്ടാണ് മഹല്ല് അത് ചെയ്തത്. ഒരു കാലത്തിന്റെ ഒരു നാട്ടിലെ ഒരു മഹല്ലിന്റെ സംഭവം പറയാം. ആ മഹല്ലുകാരെല്ലാം ഈ മനുഷ്യന്റെ മയ്യത്തിനെ പൂർണ്ണമായി ഒഴിവാക്കി. അപ്പോൾ അല്ലാഹു തആല ഫഅൽഹമല്ലാഹു ഖുത്ബ ദാലിക സമാ, ആ കാലഘട്ടത്തിന്റെ സമാനിന്റെ ഖുത്ബ മലമുകളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മഹാനായിരുന്നു. ഇങ്ങനെ ഒരു വലിയ മഹാനുണ്ട് എന്ന് ജനങ്ങൾ കേട്ടിട്ടിരുന്നു. മിക്കവാറും ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല. അദ്ദേഹം മലമുകളിലായിരുന്നു. ആ മനുഷ്യനെ അല്ലാഹു തആല ഇൽഹാം അറിയിച്ചു. ഇന്നാലിന്ന നാട്ടിൽ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ മൗഫൂറായ മനുഷ്യനാണ്. ആ മനുഷ്യനെ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ആ മനുഷ്യനെ ഞാൻ നേരത്തെ തന്നെ പറയടാ പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫഹ്ലുർ, നീ പോ, ആ ജനാസയിൽ പോ. ഫഗസിൽഹു, എന്നിട്ട് ആ ജനാസയെ കുളിപ്പിക്ക്. വകഫിൻഹു, കഫൻ ചെയ്യ്. വദഫിൻഹു, അയാളെ നീ മറമാട് എന്ന് അറിയിച്ചു. അപ്പോൾ നേരെ ആ മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങി ആ നാട്ടിലേക്ക് നടന്നു. ആ മനുഷ്യന്റെ വീട്ടിലെത്തിച്ചേർന്നു. എന്നിട്ട് വേഗം ആ മനുഷ്യനെ കുളിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു. കഫൻ ചെയ്യാനുള്ള ഉടപുടകൾ ഒരുക്കി. മയ്യത്ത് നിസ്കരിക്കാനും മറമാടാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. فلما سمعوا بذلك الولي حشر الناس حوله. ഇന്നാലിന്ന വലിയ ഈ മനുഷ്യന്റെ ജനാസക്ക് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ജനം മുഴുവൻ ഓടി വന്നു. കാരണം ജനം വന്നത് ആരടുത്തേക്കല്ല, മയ്യത്തിനടുത്തേക്കല്ല, ഔലിയപ്പാപ്പ. ഈ വലിയ ഇന്നാലിന്നെ എന്തു പറഞ്ഞാലും ഉത്തരം കിട്ടുന്ന ഒരു വലിയ, ആ വലിയ ഇന്നാലിന്റെ നാട്ടിലുണ്ട്, കാട്ടിലുണ്ടെന്ന് അറിയാം, ആരും കണ്ടിട്ടില്ല. അപ്പൊ ആ വലിയ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി എന്ന് മാത്രം അല്ല, ജനങ്ങളുടെ തിങ്ങിക്കൂടി. അങ്ങനത്തെ ഒരു മയ്യത്തിനെ ആ നാട്ടിൽ ആരും എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു ജനാസ കൊണ്ടുപോക്ക് ആ നാട്ടിൽ അക്കാലം വരെ ഉണ്ടായിട്ടില്ല. ഭയങ്കരം. ജനങ്ങൾക്ക് തിക്കിത്തിരക്കിയിട്ട് നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഇത് ഗസാലി ഇമാം 1000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തിയതാണ്. ഹിജ്റ 505 ഇമാം ഗസാലിയുടെ വഫാത്ത്. റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അങ്ങനത്തെ ആൺകുട്ടി 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ടിട്ടില്ല. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഹിജ്റ 450 ജനിച്ചു, ഹിജ്റ 505 മരിച്ചു. 55-ാമത്തെ വയസ്സ്. ഷാഫി ഇമാം മരിക്കുമ്പോൾ 54-ാം വയസ്സ്, ഗസാലി ഇമാം മരിക്കുമ്പോൾ 55-ാമത്തെ വയസ്സ്. അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവര് രേഖപ്പെടുത്തിയതാ. അപ്പൊ അവർക്ക് മുമ്പുള്ള ഒരു സംഭവം. അപ്പൊ 1000 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണ്.
അങ്ങനെ അതുപോലെ ഒരു ജനതയെ അതുപോലെ ഒരു മജ്‌ലിസിനെ ആരും കണ്ടിട്ടില്ല. അതുപോലെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വമ്പൻ ജനക്കൂട്ടങ്ങോട്ട് ഒരുമിച്ച് കൂടി വലിയ പരിപാടി. അപ്പോൾ ഈ ജനങ്ങളെല്ലാം മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി. നാട്ടുകാർ വലിയന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് വലിയനോട് പറഞ്ഞു, വലിയേ, ഞങ്ങൾ ഈ മനുഷ്യനെ പൂർണ്ണമായി ഒഴിവാക്കിയതാണ്. പിന്നെ നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇയാളെ പൂർണ്ണമായി ഒഴിവാക്കിയത്. എന്തിനാ നിങ്ങൾ വന്നത്? നിങ്ങൾ വന്നത് കൊണ്ടല്ലേ ഞങ്ങൾ വന്നത്. ഇവനെ ഞങ്ങൾ ജനങ്ങൾക്കൊരു ബോധം നൽകാൻ വേണ്ടി ഈ മയ്യത്തിന് ഞാൻ പൂർണ്ണമായി ഞങ്ങൾ ഒഴിവാക്കിയതാണ്. നിങ്ങൾ വന്നത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ എന്തേ വന്നത്? അപ്പോൾ വലിയ പറഞ്ഞു, ഫഉൽഹിമ ഇലയ്യ, എനിക്കൊരു ഇൽഹാമ കിട്ടി. ഇന്നലെ രാത്രി ഞാൻ ഇന്ന താഴ്വരയിൽ ഒരു ഗ്രാമത്തിൽ ഒരു കള്ളുടിയ മനുഷ്യൻ, ആ ജനാസിൽ ആരും പങ്കെടുക്കുന്നില്ല. താങ്കൾ പോയിട്ട് അത് പങ്കെടുത്ത് ഉഷാറാക്കണം. എനിക്ക് അല്ലാഹുവിന്റെ ഇൽഹാമ ആവർത്തിച്ച് കിട്ടിയപ്പോൾ ഞാൻ അതിന് വേണ്ടി വന്നതാണ്. ചിന്തിക്കും. അപ്പോൾ ചിന്തിക്കും, അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അപ്പോൾ വലിയ പറഞ്ഞു, എനിക്ക് ലഭിച്ച ഇൽഹാമാണ്, അതിനപ്പുറം എനിക്കൊന്നും അറിയുകയില്ല. ഏതായാലും ഇദ്ദയിലിരിക്കുന്ന ഈ മനുഷ്യന്റെ ഇദ്ദയിലിരിക്കുന്ന ഭാര്യയോട് എന്താണ് ഇയാളുടെ പ്രത്യേകത, അതൊന്നറിയണമല്ലോ. ജനങ്ങൾ പോയി ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജനങ്ങൾ മുഴുവൻ ഈ മനുഷ്യന്റെ വീട്ടിൽ പോയി ഇദ്ദയിൽ ഇരിക്കുന്ന പെണ്ണിനോട് ചോദിച്ചു, അൽ റഅയ്ത ഹസനത്തൻ മിൻഹു, ഈ മനുഷ്യൻ വല്ല നന്മയും ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഫഖാലത്തില്ല, ഇല്ല, ഒരു നന്മയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല അന്നഹു യശ്റബുൽ ഖംറ ഫയുസ്കറു ഫഇദാ തനസ്സഫ അൽ-ലൈലു فيقع باكيا يا ربي يا ربي شربت هذا اليوم يا ربي يا ربي يا ربي يا ربي يا ربي يا ربي فيبكى فيتضرع يبكي إذا أذن مؤذن لصلاة الصبح فيصلي الصبح. ഇയാൾ ഒരു നന്മയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുൻദു തസവ്വജനി, ഇയാൾ എന്നെ കിട്ടിയ കാലം മുതൽ ഒരു നന്മയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആര് പറഞ്ഞു? ഇല്ല അന്നഹു ഇദാ ശരിബൽ ഖംറ യഅതിൽ ബൈത, ഇയാൾ കള്ളുടിച്ച പരിക്കേറി വരും. ഇതാ തനസ്സഫൽ ലൈലു, രാത്രി പകുതി കഴിഞ്ഞാൽ ഫയഖുമു, കള്ളുടിച്ച് അങ്ങനെ കിടക്കും. രാത്രി പകുതി കഴിഞ്ഞാൽ എണീക്കും. ഫയബ്കി, പൊട്ടിക്കരയും. യാ റബ്ബി ശരിബത്തു, ഇന്നും ഞാൻ കുടിച്ചു പോയി. യാ റബ്ബി ഫയബ്കി, യാ റബ്ബി പടച്ചോനെ ശരിബത്തു, ഇന്നും ഞാൻ കുടിച്ചു പോയി. ഫയബ്കി, നെടുകാരി യഖൂലു വയബ്കി, പറയും കരയും ചെയ്യും, പറയും കരയും ചെയ്യും, പറയും കരയും ചെയ്യും. ഹത്താ മുഅദ്ദിനുൻ, ബാങ്ക് കൊടുക്കുന്ന ആൾ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നത് വരെ. ഇദാ അദ്ദന അൽ-മുഅദ്ദിനു സ്വലാത്തി സുബ്ഹി, സുബ്ഹ് നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫയുസല്ലി സുബ്ഹ, സുബ്ഹ് നിസ്കരിക്കും. അല്ലാത്ത ഒരു നന്മയും ഈ മനുഷ്യൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഖാലൽ വലിയ, അപ്പോൾ വലിയ പറഞ്ഞു, ബിദാക്ക്, അതന്നെ. ഞാൻ ചെയ്ത തെറ്റാണെന്ന് സമ്മതിച്ച് അയാൾ എന്ത് ചെയ്യും? മനസ്സിലായോ? എന്തുകൊണ്ട്? അവൻ അയോഗ്യനാണെന്ന് അവൻ സമ്മതിക്കുന്നു. ഞാനും നിങ്ങളും സമ്മതിക്കുന്നത് ഇബ്ലീസിന്റെ ഞാൻ യോഗ്യനാണ്. കള്ളുടിയൻ ഞാൻ അയോഗ്യനാണ് സമ്മതിക്കുന്നത്. മോഷ്ടാവ് ഞാൻ അയോഗ്യനാണ് സമ്മതിക്കുന്നത്. മോഷ്ടാവ് ഞാൻ അയോഗ്യനാണ് സമ്മതിക്കുന്നില്ലേ? പറയും മനുഷ്യന്മാര്. മോഷ്ടാവ് അയോഗ്യനാണ് സമ്മതിക്കുന്നില്ലേ? പറയും മനുഷ്യന്മാര്. മോഷ്ടാവ് നമ്മൾ അയോഗ്യനാണ്. ഞാൻ എങ്ങാനും പിടിക്കപ്പെട്ടാൽ എന്താ മോഷ്ടാവ് പറയാം? ഏറ്റുപഴപ്പാണ്, കുട്ടികൾ കുഴങ്ങിയിട്ടാണ്, പണി കിട്ടാഞ്ഞിട്ടാണ്. ഏമാനെ മാപ്പാക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക. ഒരു പോലീസുകാരൻ ചെയ്ത നന്മയുടെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഒരു സ്ത്രീ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഡെയിലി വന്നിട്ട് ബ്രെഡ് കട്ടുകൊണ്ട് പല തവണയായപ്പോൾ CCTV പതിഞ്ഞു, പിടിക്കപ്പെട്ടു. അങ്ങനെ അവരിൽ നിന്ന് പിഴ ഈടാക്കി. അപ്പോൾ ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ പോലീസുകാരൻ രഹസ്യമായി ചോദിച്ചു, എന്താ സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് തൊഴിലൊന്നും അറിയില്ല,
കുട്ടികൾ പട്ടിണിയില്ല, അങ്ങനെ നിർബന്ധാവസ്ഥയില്ല. അപ്പോൾ പിന്നെ തൻ്റെ മരണം വരെ ഈ കുടുംബത്തെ പോലീസുകാരൻ പോറ്റിയ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ മോഷ്ടാവോടെ സമ്മതിക്കുക എന്ത് ഞാൻ യോഗ്യനാ. നേരെ മറിച്ച് നമ്മളാണ് കമ്മിറ്റിക്കാരൻ, മറ്റോനാ കമ്മിറ്റിക്കാരൻ, രണ്ട് തറവാട്ടേര് തല്ലുണ്ടാക്കിയാൽ പോലീസ് വന്നാൽ നമ്മളെന്താ പറയാ? ഈ നാട്ടിൽ നമ്മളെ കൂടാതെ ഒന്നും നടക്കാൻ നമ്മളെ മേക്കൂല. ആണോ അല്ലേ? മനുഷ്യന്മാര് അല്ല, എന്താ പറയാ? ഈ നാട്ടിൽ നമ്മളെ കൂടാതെ ഒന്നും നടക്കാൻ പറ്റൂല. എന്റെ ബാപ്പാന്റെ വല്യാപ്പ കൗക്കോലും ഉത്തരം കൊടുത്തിട്ടാണ് ഇതിന് വള്ളി ഉണ്ടാക്കിയത്. എന്റെ വല്യാപ്പാന്റെ ബാപ്പാന്റെ പൊരയിടത്തുനിന്ന് മുറിച്ച ആഞ്ഞിലി വരാണ്. നമ്മളെ കൂടാതെ പോലെ നടത്തട്ടെ, കാണാലോ. മനസ്സിലായോ? അവിടെ പോലീസുകാരൻ വന്നാൽ നമ്മൾ പറയണ്ടാണ് നമ്മളെപ്പോലെ യോഗ്യൻ ഇവിടെ ഇല്ല. ഇന്നലെ രാത്രി കട്ട കള്ളരെ പോലീസ് വിളിച്ചാൽ എന്റെ പറയാം, ഏമാനെ ഞാൻ മോശാണ്, പക്ഷെ എന്റെ കുട്ടികൾ പട്ടിണിയില്ല. മനസ്സിലായില്ലേ? ആണോ അല്ലേ? പറയടോ. ഇന്നലെ രാത്രി വ്യഭിചരിക്കപ്പെട്ട് പിടിക്കപ്പെട്ട ഒരു പെണ്ണിനെ പോലീസ് പിടിച്ചാൽ എന്താ പറയാ? നിവർത്തികേട് കൊണ്ടാണ്, നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ ജയിലില്ല, അല്ലാഹു തെമ്മാടിത്തരത്തൊട്ട് എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അങ്ങനെയല്ലേ പറയാൻ? നിവർത്തികേടാണ്, ഒരു പണി അറിയാത്തോണ്ടാണ്, ഒന്നിനും പറ്റാത്തോണ്ടാണ്, നിർവാഹമില്ലാത്തോണ്ടാണ്. നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്താ? 360 വീടുണ്ടെങ്കിൽ 360 പരക്കാരും ഇസ്സത്തും മുഖിനെയും ഞാനാണ് യോഗ്യൻ.